ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് നിർണായകമായ മത്സരത്തിൽ തോൽവി ഏറ്റുവാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് മോഹൻ ബഗാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയത്. ഇതോടുകൂടി പ്ലേ ഓഫ് സാധ്യതകൾക്ക് മങ്ങലേറ്റു എന്നുള്ളതാണ്. മത്സരത്തിന്റെ തുടക്കത്തിലൊക്കെ മികച്ച രൂപത്തിൽ കളിക്കാനും ആക്രമണങ്ങൾ സംഘടിപ്പിക്കാനും കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കിട്ടിയ അവസരങ്ങൾ ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ മോഹൻ ബഗാന്റെ പ്രതിരോധ നിരയും ഗോൾ കീപ്പിങ്ങും വളരെ മികച്ചതായിരുന്നു. മറുഭാഗത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിര പിഴവുകൾ വരുത്തിവെച്ചു. അത് കൃത്യമായി മുതലെടുക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് കേരള ബ്ലാസ്റ്റേഴ്സിൽ മോശമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ തോൽവിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾ വളരെയധികം ദുഃഖിതരായിരുന്നു. കാരണം മത്സരശേഷം മാധ്യമങ്ങൾക്ക് ബൈറ്റ് നൽകാൻ അവരാരും തയ്യാറായിരുന്നില്ല. ഒരുപാട് മാധ്യമ പ്രവർത്തകർ ബൈറ്റിന് വേണ്ടി അവരോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ആരും തന്നെ ഈ ഒരു തോൽവിയെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ക്യാപ്റ്റനായ അഡ്രിയാൻ ലൂണയൊന്നും മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചില്ല. പരിശീലകനായ TG പുരുഷോത്തമൻ മാത്രമാണ് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. ഏതായാലും ആരാധകർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അഡ്രിയാൻ ലൂണയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. തന്നെ കാത്തുനിന്ന ആരാധകർക്ക് അദ്ദേഹം ഫോട്ടോ എടുക്കാനുള്ള അവസരങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. സമീപിച്ചത് അഡ്രിയാൻ ലൂണ മാത്രമാണ്. ബാക്കി ഉള്ള എല്ലാ താരങ്ങളും നേരെ ബസ്സിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ താരങ്ങളും വളരെയധികം തകർന്നിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും ഈ ഒരു സീസണിലെ സാധ്യതകൾ ഏതാണ്ട് ഇതോടുകൂടി അവസാനിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടണമെങ്കിൽ ബാക്കിയുള്ള എല്ലാ മത്സരങ്ങളും വിജയിക്കേണ്ടതുണ്ട് എന്നുള്ളത് മാത്രമല്ല, ബാക്കിയുള്ള ടീമുകളെ മത്സര ഫലങ്ങളെ ആശ്രയിക്കേണ്ടി വന്നേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണാം.